ഹലോ, ഇന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടാലോ? അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു ചിത്രമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ന്യൂയോർക്കിൻ്റെയും ന്യൂജേഴ്സിൻ്റെയും ഇടയിലുള്ള ലിബർട്ടി ഐലൻഡിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉള്ളത്. ഞങ്ങൾ ന്യൂജേഴ്സിയിലായിരുന്നു സ്റ്റേ. അതുകൊണ്ട് തന്നെ ന്യൂജേഴ്സിയിൽ നിന്ന് ഒരു ഫെറിയിലാണ് നമ്മൾ ലിബർട്ടി ഐലൻഡിലോട്ട് പോകുന്നത്. ഇതാണ് ഞങ്ങൾ പോകുന്ന ഫെറി. ഞങ്ങൾ ഫെറിയിൽ കയറി മുകളിൽ തന്നെ സ്ഥാനം പിടിച്ചു. മുകളിൽ നിന്ന് ശരിക്കും നല്ല വ്യൂ ആയിരുന്നു. നേരത്തെ നമ്മൾ കണ്ട ഒട്ടുമിക്ക ലാൻഡ്മാർക്സും നമ്മൾക്ക് ഫെറിയുടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഫെറിയിൽ കയറി ഞങ്ങൾ ആദ്യം എത്തിയത് എലീസ് ഐലൻഡിലാണ്. എലീസ് ഐലൻഡ് എന്ന് വെച്ചാൽ അമേരിക്കയിലെ വൺ ഓഫ് ദി ഫേമസ് ഇമിഗ്രേഷൻ സെൻറ്റർ ആയിരുന്നു. 18th സെഞ്ച്വറിയിലൊക്കെ ആൾക്കാർ അമേരിക്കയിലോട്ട് വരുമ്പോഴേക്കും അവരവിടെ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അവരോട് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത്. ശരിക്കും അവരോട് ചോദിച്ച റീസണിങ് ക്വസ്റ്റ്യൻസൊക്കെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പണ്ട് ഇമിഗ്രൻസ് വന്നപ്പം അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസൊക്കെ അറിയാനായിട്ട് അവരോട് ചെറിയ ചെറിയ മാത്സ് പ്രോബ്ലം 2+3 പോലെയുള്ള പ്രോബ്ലംസും പിന്നെ മാച്ച് ദ ഷേപ്സ്, മാച്ച് ദ പിക്ചേഴ്സൊക്കെ പോലെയുള്ള റീസണിങ് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിരുന്നു എന്നാണ് അവിടുത്തെ ആ മ്യൂസിയത്തിൽ പറയുന്നത്. ഒരു രസകരമായ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് എങ്ങനെയാണ് കഴുകുന്നത്, മുകളിൽ നിന്ന് താഴോട്ടാണോ താഴെ നിന്ന് മുകളിലോട്ടാണോ എന്ന്. എന്താ അല്ലേ? എല്ലീസ് ഐലൻഡിലെ കുറേ കാഴ്ചകൾ കണ്ട് അതൊക്കെ വായിച്ചു വന്നപ്പോഴേക്കും വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ എലീസ് ഐലൻഡിൽ നിന്ന് ഞങ്ങൾ നേരെ ഫെറി കയറി ലിബർട്ടി ഐലൻഡിലെത്തി. ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി മ്യൂസിയത്തിലാണ് കേട്ടോ. ഈ കാണുന്നതായിരുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഒറിജിനൽ ലാമ്പ്. ഇവിടെ വെച്ച് പല സത്യങ്ങളും കേട്ട് ഞാൻ ഞെട്ടി കേട്ടോ. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ശരിക്കും അമേരിക്കക്കാരുണ്ടാക്കിയതല്ല, അമേരിക്കയ്ക്ക് ഫ്രാൻസ് ഗിഫ്റ്റ് കൊടുത്തതാണെന്നുള്ള സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഗ്രീൻ കളറ് ഇത് ശരിക്കും ഉണ്ടാക്കിയത് കോപ്പർ കൊണ്ടാണ്. അപ്പം കോപ്പർ കുറേ നാൾ ഇരുന്നതിന് ശേഷം ഇതിൻ്റെ കളറ് മാറി ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ കളർ ആയതാണ്. അങ്ങനെ കാണാൻ കൊതിച്ചിരുന്ന ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട് ഓർമ്മയ്ക്കായി ഒരു ലിബർട്ടി ക്രൗണൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നു.